സുധീരൻ ഷാനിമോൾ വിവാദത്തിലെ പ്രധാന അധ്യായം ഇനിയാണ്. ഷാനിമോൾ ഇത്തരമൊരു ആരോപണവുമായി വരാനുള്ള കാരണം എന്താണ് എന്ന് സുധീരൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. മദ്യലോബി. മദ്യവിരുദ്ധ പ്രസ്ഥാനവുമായി കോൺഗ്രസിനകത്ത് കടുത്ത പോര് നടക്കുമ്പോൾ ഒറ്റയാനായി മറ്റൊരു ആക്രമണം കൂടി നേരിടാൻ മാത്രം കപ്പാസിറ്റി സുധീരന് കാണില്ല എന്ന് മദ്യലോബി കരുതി കാണണം. ചുരുക്കത്തിൽ ഷാനിമോൾക്ക് പിന്നിൽ മദ്യലോബിയാണ് എന്നാണ് സുധീരൻ പറയുന്നത്. ഇവരിത് പറഞ്ഞ ഈ സന്ദർഭം പല സംശയങ്ങൾക്കും ഇടകൊടുക്കുന്നു. ഈ സമയവും സന്ദർഭം 15 വയസ്സിൽ കേരള വിദ്യാർത്ഥി യൂണിയന്റെ പ്രവർത്തകയായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള എന്നെ അറിയുന്ന ഒരുപാട് ആളുകൾ കേരളത്തിനകത്തും പുറത്തുമുണ്ട്. കാരണം ഇവിടെ മദ്യനയത്തെക്കുറിച്ച് സജീവമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. പലരും പല രീതിയിൽ പറയുന്നുണ്ട്. പൊതുസമൂഹം വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിർണായകമായ സന്ദർഭത്തിൽ എൻ്റെ നിലപാടുകൾ പലരുടെയും സ്ഥാപിത താല്പര്യങ്ങൾക്കെതിരാണ്. പാർട്ടിക്ക് പുറത്തുള്ള ഇതുമായി ബന്ധപ്പെട്ട പലരുടെയും സ്ഥാപിത താല്പര്യങ്ങൾക്ക് എതിരായിട്ടുള്ളതാണ്. അതിനോട് പലർക്കും ശക്തിയായിട്ടുള്ള വിരോധവുമുണ്ട്, യാതൊരു സംശയവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് അപ്രതീക്ഷിതമായ പല കേന്ദ്രത്തിൽ നിന്നും ഒളിയമ്പുകളും വിമർശനങ്ങളും വന്നുകൊണ്ടിരിക്കുന്നു. ഞാനിതിൽ സംശയിക്കുന്നത് ഷാനിമോൾ ഇപ്പോൾ, അതായത് കഴിഞ്ഞ 22-ാം തീയതി നടന്ന എക്സിക്യൂട്ടീവാണ്. 22-ാം തീയതി നടന്ന എക്സിക്യൂട്ടീവിൽ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു കത്തുമായി രംഗപ്രവേശം ചെയ്യുക, അതെല്ലാം അന്നേരം തന്നെ മാധ്യമങ്ങളിൽ കൊടുക്കുക, ഒരു ചർച്ചാ വിഷയമാക്കുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഈ സ്ഥിതിയിൽ നിന്നും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന മദ്യനയം പോലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള സംഘടിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമാണോ എന്ന് ന്യായമായും ഞാൻ സംശയിക്കുന്നു. ഈ ആരോപണത്തിൽ നിന്നും ശ്രീ VM സുധീരന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് തെളിയിക്കുവാനുള്ള രാഷ്ട്രീയവും ധാർമ്മികവുമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ ഇത് എന്ന് സംശയിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ എന്തൊക്കെ? ഞാൻ അദ്ദേഹം ജനമധ്യത്തിൽ മാധ്യമങ്ങളുടെ മുന്നിൽ പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുള്ള ആ ആരോപണം വളരെ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് അതൊരു വെല്ലുവിളിയായി ഞാൻ സ്വീകരിക്കുകയാണ്. എന്നെ തേജോവധം ചെയ്യാനോ മോശക്കാരനാക്കാനോ ശ്രമിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഈ നിലപാടുകളിൽ നിന്നും പിന്തിരിപ്പിക്കാനോ അല്ലെങ്കിൽ എൻ്റെ നിലപാടുകളെ ദുർബലമാക്കാനോ വ്യക്തിപരമായി മോശക്കാരാക്കാനോ ഉള്ള സംഘടിതമായ ശ്രമം നടത്തുന്നവരുടെ കയ്യിലെ ഒരു കരുവാണ് എന്ന്. മദ്യ ലോബികളുടെ കരുവായി ഏതോ ഗൂഢാലോചനയുടെയും ബാഹ്യപ്രേരണയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഞാൻ അദ്ദേഹത്തിന് കത്തയച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ശ്രീ VM സുധീരനെ പോലെയുള്ള ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഏറ്റവും പക്വതയായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു പരാമർശം വന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അമ്പരപ്പുണ്ടാക്കിയ കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ പൊതുജനവും അങ്ങനെ സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല. എന്തായാലും സരിത മൂലം 2 കുടുംബങ്ങളാണ് തകർന്നു കിടക്കുന്നത്. KC വേണുഗോപാലിന്റെ കുടുംബം സരിതയുടെ പേരും പറഞ്ഞ് ഷാനിമോൾ തകർത്തു. അതിന്റെ പേരും പറഞ്ഞ് സുധീരൻ ഷാനിമോളുടെ കുടുംബവും തകർത്തു. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്റെ സ്വകാര്യ ജീവിതത്തെ, എന്റെ കുടുംബ ജീവിതത്തെ, KC വേണുഗോപാൽ ഒരു കുടുംബമില്ലേ, എന്റെ പൊതുജീവിതത്തെ അപമാനിക്കുന്ന തരത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പത്ര വിശദീകരണത്തിന്റെ ആ വരികൾ വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് പറയട്ടെ, അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. KC വേണുഗോപാൽ ആരായാലും ഒരു കുടുംബത്തെ തകർക്കുന്ന അഭിപ്രായങ്ങൾ പറയരുത് എന്ന് പറയുന്നത് പോലെ എന്നെയും എന്റെ കുടുംബത്തെയും. KC വേണുഗോപാൽ എന്ന വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിട്ടുള്ളത്. എന്റെ സ്വകാര്യ ജീവിതത്തെ, എന്റെ കുടുംബ ജീവിതത്തെ. അവർക്ക് അത്ര താല്പര്യമുണ്ടെങ്കിൽ ഇത് എത്രയോ മുൻപ് തന്നെ ഇത് ഉന്നയിക്കാം, പരാതി കൊടുക്കാം, തെളിവുണ്ടെങ്കിൽ. ഇതുകൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. ഇമാതിരി വെല്ലുവിളികൾ പാർട്ടിയിൽ സംഭവിക്കുന്നതിനിടെ പാവം KC വേണുഗോപാൽ ദുഃഖിതനായി നടക്കുകയാണ്. സരിത പെരുവഴിക്കാക്കിയ നേതാവിന്റെ ദുഃഖം ഒന്ന് കാണുക തന്നെ വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി KPC എക്സിക്യൂട്ടീവിൽ ഉന്നയിച്ചത് അത് എന്നെ മാനസികമായി വളരെ വേദനിപ്പിച്ചു. അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടായിരുന്നില്ല,
പ്രവർത്തിക്കാനുണ്ടായിരുന്നില്ല. സത്യത്തിൽ വളരെ നാളായിട്ട് അറിയാവുന്നൊരു പൊതുപ്രവർത്തക എന്ന നിലയിൽ എനിക്കതിന് വളരെ മാനസികമായി പ്രയാസം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. ഒരു പൊതുതെരഞ്ഞെടുപ്പിലുണ്ടായില്ല. അതിനേക്കാളേറെ വേദന ഉണ്ടാക്കിയതാണ് അതിനുശേഷം ഈ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് KPCC നിർവാഹക സമിതി യോഗത്തിൽ അവർ, പക്ഷേ അവിടെ വെച്ച് തന്നെ ഞാനതിന് എൻ്റേതായിട്ടുള്ള ശക്തമായ വിശദീകരണം കൊടുത്തിരുന്നു. ഇക്കാര്യത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതം ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച ജീവിതമാണ്. അക്കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. എനിക്ക് ഇക്കാര്യത്തിൽ ഒന്നും ഒളിച്ചു വെക്കാനില്ല. പൊതുജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ജീവിതമാണ്. കെട്ടുകഥകളുടെ ഒന്നും പിൻബലത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളല്ല ഞാൻ. ഇനിയും ഈ ദുഃഖം കണ്ടു നിൽക്കാൻ ഡെമോക്രസിക്ക് ഏതായാലും ത്രാണിയില്ല. അതുകൊണ്ട് അടുത്ത ഇടവേളയിലേക്ക്, അത് കഴിഞ്ഞ് ഫാമിലി ഡാൻസ്. तैयार हम, तैयार